വലിയ അത്ഭുതമാണ്. അയാൾ പറഞ്ഞു, വേണമെങ്കിൽ ഉദാഹരണത്തിന് ഡോക്ടർ പരമേശ്വരൻ പറയുന്നു, നിന്റെ ഹൃദയത്തിലെ പമ്പെടുക്കാം, രക്തം പമ്പ് ചെയ്യുന്ന വെറും ഒരു പമ്പ്. ആ പമ്പ് അതാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ മിനിറ്റില് 70 തവണ ആ പമ്പ് സ്പന്ദിച്ചിരിക്കാറുണ്ട്. ഹൃദയസ്പന്ദനം നടന്നുകൊണ്ടിരിക്കുന്നു, രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എത്ര കാലമായി, എത്ര വയസ്സായി പ്രിയപ്പെട്ട ഉപ്പാദിങ്ങൾക്ക് ഇന്നുവരെ ഒരു മരാമത്ത് പണി നടത്തിയിട്ടില്ല, ഇന്നുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല, ഒരു കേടുമില്ല, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിണറ്റിൽ വെച്ച മോട്ടർ 4 വട്ടം മാറ്റിയിട്ടുണ്ട് ഇതിനിടയില്. പക്ഷേ ഈ വെറും ഒരു പമ്പ്, പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള പമ്പ്, അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. എത്ര സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം യാന്ത്രികമായി നടക്കുന്നു എന്ന് മനസ്സിലാക്കണ്ട. അല്ലാഹു പറഞ്ഞതാണ്, ഓരോ നിമിഷവും അവൻ അവന്റെ ജോലിയിലാണെന്ന് പടച്ച റബ്ബ് പറഞ്ഞു. കാരണം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കുകയല്ല. കാരണം ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളെ നോക്കണം, നിങ്ങളുടെ ആത്മാവിനെ നോക്കണം, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നടക്കണോ. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഞാനിങ്ങനെ പുറത്തോട്ടും താഴോട്ടും തള്ളിയിട്ടാന്ന് വാശി പറയണ്ട. കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് ബോധമില്ല. അല്ലാഹുവാണിത് നടത്തുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ടാണ് പടച്ച റബ്ബുറങ്ങാത്തത്. റബ്ബുറങ്ങാൻ പാടില്ല. നമുക്കുറങ്ങാൻ വേണ്ടി റബ്ബുറങ്ങാതെ റബ്ബിനുറങ്ങേണ്ട ആവശ്യവുമില്ല. നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അത്ഭുതമില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇതൊക്കെ കേൾക്കുമ്പോ മനുഷ്യ ശരീരം ഒരു കൊച്ചു പ്രപഞ്ചമാണ്. ഒരു പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യ ശരീരത്തിലുമുണ്ട്. അതിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, അലാ ഇന്നമൽ ഇൻസാൻ അസ്ഗാറു അലമീ വഉന്നൂദുൽ അക്വാനി ഫീഹി ബിജുല്ലതി. അലാ അറിയുക, ഇന്നമൽ ഇൻസാനു അസ്ഗാറു അലമീ, നിശ്ചയം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു പ്രപഞ്ചമാണ്. അസ്ഗാറു അലമീ വഉന്നൂദുൽ അക്വാൻ, പ്രപഞ്ചത്തിലെ സാമ്പിളുകൾ, പ്രപഞ്ചത്തിന്റെ സാമ്പിളുകൾ അതാ ഫീഹി ആ മനുഷ്യനിലുണ്ട്. ബിജുല്ലതി, മൊത്തമായിട്ട്, മൊത്തം ടോട്ടൽ ആ മനുഷ്യനിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ എല്ലാം ആ മനുഷ്യനിൽ കിട്ടും. പ്രപഞ്ചത്തിലുള്ള എല്ലാ മോഡലുകളും അതിനുള്ള സാമ്പിളുകൾ മനുഷ്യ ജീവിതത്തിലുണ്ട്, മനുഷ്യ ശരീരത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അതിനുശേഷം പടച്ച റബ്ബ് വനഫഖ മിർ റൂഹിഹി, അവന്റെ റൂഹൂദി എന്ന് പറഞ്ഞാൽ ജീവൻ തുടിക്കുന്ന റൂഹ് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയും വിവേകവും വികാരവും വിചാരവും എല്ലാം കൂടെ അതിൽ സന്നിവേശിപ്പിച്ചു. അത് റൂഹ് വന്നപ്പോഴാ വന്നത്. മനുഷ്യന്റെ പ്രത്യേകത അത് വന്നതപ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദര, അവിടെ അല്ലാഹു പറയുന്നു, അതോടുകൂടെ നീ ഒരു മനുഷ്യനായി. ഇനി നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കേൾക്കാനുണ്ട്. അത് മനസ്സിലാക്കാൻ അല്ലാഹു വജഅല ലകുമുസ് സമഅ വൽ അബ്സാർ. കണ്ടോ നിങ്ങൾ, ഇതുവരെ അല്ലാഹു പറഞ്ഞതെന്താ? വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അവന്റെ സൃഷ്ടിപ്പ് നമ്മൾ തുടങ്ങിയത് മണ്ണിൽ നിന്നാണ്. സുമ്മ ജഅല നസ്ലഹു, പിന്നെ അവന്റെ വംശാവലി നിലനിർത്തിയത് മ്ലേച്ഛമായ വെള്ളത്തിന്റെ സത്തിലാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, അവനെ ശരിപ്പെടുത്തിയെടുത്തു. അവന്റെ അല്ലാഹുവിന്റെ റൂഹ്, അല്ലാഹുവിന്റെ അധികാരത്തിലുള്ള ആത്മാവ് അവൻ ഊതി. അപ്പോഴൊക്കെ പറഞ്ഞത് അവൻ 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 അവൻ, അല്ലെങ്കിൽ അത് 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 എന്നാ പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയപ്പോ റൂഹ് ഊതിയോടുകൂടെ നമുക്ക് ബോധായി, അല്ലേ? ഇനി പറഞ്ഞാതിരുന്ന അവസ്ഥയിലെത്തി. ഇനി നമ്മളോട് ഖിതാബ് നടത്താം, നേരിട്ട് അഭിസംബോധന നടത്താം. അല്ലാഹു വജഅല ലഹു എന്നല്ല, വജഅല ലക്കും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് അല്ലാഹു തന്നു. അങ്ങനെ പറയുന്നു. ഇനി പറഞ്ഞാതിരിയും ഹൃദയവും അതേ തർത്തീബിൽ തന്നെ അവതരിപ്പിച്ചു. കാരണം മനുഷ്യൻ ഇൽമാർജിക്കുന്നത്, മനുഷ്യൻ അറിവാർജിക്കുന്നത് ആദ്യം കേട്ടു പഠിക്കും, പിന്നെ കണ്ടു പഠിക്കും, പിന്നെ ചിന്തിച്ചു പഠിക്കും. അങ്ങനെയല്ലേ ഉള്ളത്? ആ 3 തർത്തീബ് വളരെ കറക്റ്റാണ്. കേട്ടു പഠിച്ച്, കണ്ടു പഠിച്ച്, ചിന്തിച്ചു മനസ്സിലാക്കുന്നു.
ഇതാണ് മനുഷ്യന്റെ ശൈലി. ഞാൻ മുമ്പ് പ്രഭാഷണത്തിൽ പറഞ്ഞിട്ട് അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യനിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ചെവിയാണ്, എന്നിട്ടേ കണ്ണ് തുടങ്ങുന്നുള്ളതൊക്കെ അതിന്റെ കാരണങ്ങളാ. ആയിട്ടും നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ല. ഇമാം റാസി പറഞ്ഞു, കേട്ടും കണ്ടും ചിന്തിച്ചും മനസ്സിലാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹ് പറയുന്ന വാക്കിന്റെ അർത്ഥം മാത്രം പറയുന്നു. സൂറത്തുൽ ഇൻസാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസ്ീറാ. മനുഷ്യനെ അള്ളാഹു പറയാ, നമ്മൾ പടച്ചു മിൻ നുത്ഫത്തിൻ അംശാജ്, വാപ്പയുടെ ബീജകണവും ഉമ്മയുടെ അണ്ടവും ചേർന്ന സിദ്ധാന്തത്തിൽ നിന്ന് പടച്ചു. എന്നിട്ടോ എന്തിനാ പടച്ചത്? നബ്തലീഹി, അവനെ പരീക്ഷിച്ചു കളയാനാണ് പടച്ചത്. പരീക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള കണ്ണും കാതും വേണം. അതേ, ഫജഅൽനാഹു സമീഅൻ ബസീറാ, അവനെ കണ്ണും കാതുമുള്ളവനാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥോ വിവേകിയാക്കി എന്നാണ്, ബുദ്ധിയുള്ളവനാക്കി. കാരണം നമ്മുടെ കണ്ണ് കാണാൻ മാത്രമല്ല, നമ്മുടെ കാത് കേൾക്കാൻ മാത്രമല്ല, കണ്ടു പഠിക്കാനാണ്, കേട്ടു പഠിക്കാനാണ്. പോത്തിന്റെ കണ്ണ് കാണാനുള്ളതാ, ആടിന്റെ കണ്ണ് കാണാനുള്ളതാ, അതേസമയം ചെവി കേൾക്കാനുള്ളതാ. പക്ഷേ നമ്മുടെ കണ്ണും കാതും കാണാനും കേൾക്കാനും മാത്രമല്ല, കണ്ട് ചിലതൊക്കെ പഠിക്കണം, കേട്ട് ചിലതൊക്കെ പഠിക്കണം, എന്നിട്ട് ഹൃദയം കൊണ്ട് ആലോചിക്കണം. അത് അല്ലാഹു മനുഷ്യർക്ക് മാത്രം നൽകിയ ഭാഗ്യവുമാണ്. ചിന്താശേഷി എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് നമ്മൾ ആലോചിക്കുകയും വേണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇതൊക്കെ സംവിധാനം ചെയ്യുന്നു. എന്നിട്ട് പടച്ചോൻ പറയുന്നു, പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ആത്യന്തികമായി എനിക്ക് ശുക്ർ പ്രകടിപ്പിക്കുക എന്നതാണ്. പക്ഷേ ആ ശുക്ർ നമ്മൾ മറന്നുപോയി. ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു പറഞ്ഞവനെ ഞാൻ വഴി കാണിച്ചു കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. ഇനി വേണമെങ്കിൽ നന്ദിയുള്ളവനായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം, നന്ദി കെട്ടവനാകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയുമാവാം. നമ്മൾ ഇത്തരത്തിൽ നന്ദി കെട്ട വർഗമായി പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ലിശഅറത്തിൻ മിൻ ലിസാനി, റബ്ബേ എന്റെ ഓരോ രോമങ്ങൾക്കും 2 നാക്കുകൾ നീ നൽകിയിരുന്നെങ്കിൽ, ഒരു നാക്കേ പഠിച്ചവനെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശുക്രിന്റെ പ്രതീകമാണ് ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം പറയാൻ, പഠിച്ചവനെ എന്റെ ഓരോ രോമത്തിനും 2 നാക്കു വീതം നീ തന്നിരുന്നുവെങ്കിൽ, ലൗ അന്ന ലികുല്ലി ശഅറത്തിൻ മിന്നീ ലിസാനൈൻ യുസബ്ബിഹാനിക, എന്നിട്ട് ആ 2 നാക്കും തളരാതെ നിനക്ക് തസ്ബീഹ് ചൊല്ലും. ലൈല നഹാർ, രാപ്പകലില്ലാതെ തസ്ബീഹ് ചൊല്ലും. എന്നാൽ പോലും അങ്ങനെ ഞാൻ ചെയ്തു എന്ന് സങ്കല്പിക്കുക. എന്നാലും മാ ഖളൈതു നിഅമതൻ മിൻ നിഅമിക, എനിക്ക് ഇതാ കോടാനുകോടി അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹത്തോട് ദാവൂദ് നന്ദി പറഞ്ഞവനല്ല. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ആലോചിക്കാൻ വേണ്ടി ആ ഒരു സംഭവമാണ് മുമ്പിലിട്ടു എന്ന് മാത്രം. എന്നിട്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തെ ആരോഗ്യം തന്ന നമ്മള്, എന്റെ പ്രിയപ്പെട്ട സഹോദര, സുബഹി ഖളാ ആക്കി കിടന്നുറങ്ങുന്നത് എന്തൊരു ധിക്കാരമാണ് പടച്ചവനോട് കാണിക്കുന്ന. ഇതിനും വലിയ ധിക്കാരം എന്തുണ്ട്? പ്രിയപ്പെട്ട സുഹൃത്തെ, ഫർദ് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണം. നിങ്ങൾ നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തതിനപ്പുറത്ത് നിങ്ങളുടെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം. അത് പടച്ച റബ്ബിനോടുള്ള നന്ദിയാണ്. റസൂലുള്ള പറഞ്ഞു, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ പടപ്പിനോട് നന്ദി കാണിക്കൂല, പടപ്പിനോട് നന്ദി കാണിക്കാത്തവൻ പടച്ചോനോട് നന്ദി കാണിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നല്ലോണം ശ്രദ്ധിക്കണം. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണം.
ഇങ്ങനെ ജീവിച്ചിട്ട് പടച്ച റബ്ബിന്റെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണം. വഖത്ത് നിസ്കാരം വിധത്തിലുണ്ടാവരുത്, മറ്റുള്ളവരോട് പകയും ദേഷ്യവും ഉണ്ടാവരുത്. നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക, പറയുക, നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരൊരിക്കൽ പറഞ്ഞു. എന്താ അബൂ ഹാസിം തങ്ങൾ പറയുന്നത്? ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല സാബിഗ നിഅമിഹി അലൈക്, അല്ലാഹ് നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇങ്ങനെ പൊരിഞ്ഞു തരുന്നത് നീ കണ്ടു. വഅൻത തഅസീ, നീ എല്ലാം ഞാൻ സുബഹി ഖളാക്കിയിട്ട് എനിക്ക് ബിസിനസ്സിൽ നല്ല പുരോഗതിയാണല്ലോ, ഞാൻ ഭർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ എന്താ, എനിക്ക് സന്തോഷം തന്നെയല്ലേ ജീവിതത്തിൽ, എല്ലാ നിലക്കും പുരോഗതിയാണ് എന്ന് ഒരു സഹോദരനോ സഹോദരിക്കോ തോന്നിയെങ്കിൽ ശരിക്ക് കേട്ടോളൂ. അബൂ ഹാസിം തങ്ങൾ പറയാൻ, നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബ് നിനക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നത് നീ കാണുന്നുണ്ടെങ്കിൽ ഫഹ്ദർഹു, അവനെ നീ കരുതണം. കരുതിയിരുന്നോ? അത് നല്ലതിനല്ല, നിന്നെ പറ്റിക്കാനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞതിന്റെ മറ്റൊരു മൊഴിമാറ്റമാണത്. അല്ലാഹുവിന്റെ ഹബീബ് അവരുദ്ദേശിക്കുന്നതൊക്കെ നടക്കുന്നത്. മോശക്കാരനാണ് ആള്, പക്ഷെ കുറ്റങ്ങളൊക്കെ ചെയ്തു നടക്കുന്നുണ്ട്. എന്നിട്ടും അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുമ്പോൾ അത് ചുടയിടിക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചൂണ്ടലിട്ട് കൊടുക്കുമ്പോ നമ്മൾ ചെയ്യുന്നൊരു സംഗതിയാണല്ലോ. മീൻ വന്ന് ഇര കടിക്കുമ്പോ നമ്മുടെ കയ്യിലുള്ള ചൂണ്ടൽ ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കും. ഇതിനെ അയച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ മീനിനും തോന്നും എന്തൊരു സന്തോഷം, നല്ലൊരു മനുഷ്യൻ, കാരണം എന്നോട് നല്ല സഹകരണമാണ് ഇയാൾക്ക്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സുഖമായിട്ട് വെട്ടി വിഴുങ്ങി വയറ്റിന്റെ ഉള്ളിലെത്തുമ്പോഴാണ് ഇയാൾ പിടിച്ച് വലിച്ച് കിടന്ന് പെടക്കുമ്പോഴാണ്, കരക്ക് പിടിച്ചിട്ട് പെടക്കുമ്പോഴാണ് ആ മനുഷ്യ ആലോചിക്കുന്നത്, വല്ലാത്തൊരവസ്ഥയായി പോയി ചെയ്തത്. ഇതേ രൂപത്തിൽ അള്ളാഹു ചിലപ്പോൾ ഇങ്ങനെ അയച്ചിട്ട് തരും, പക്ഷെ ഒരു പിടുത്തം കൊണ്ട് പിടിക്കും. ആ പിടുത്തം പിടിക്കുന്നതിന് മുമ്പ് ബോധം ഉണ്ടായിക്കോ, എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് സുഖം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അഹങ്കാരത്തിലേക്ക് പോകണ്ട. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊരഹങ്കാരമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ്. നോക്കൂ, നിങ്ങൾ ന്യൂ ഇയർ വരാൻ ചെറുപ്പക്കാർ കുതിച്ച് കൂത്താടാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കാണുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കുതിച്ച് കൂത്താടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ അന്ന് മാതൃഭൂമി പത്രത്തില് ഒരു തലക്കെട്ട് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ അതിന്റെ ആ പത്രത്തിന്റെ കട്ടിങ് എന്റെ പോക്കറ്റിലുള്ളത് ഓർത്തുപോയതാണ്, അപ്പം കൊണ്ട് എടുത്തത്, കുറെ മുമ്പ് സൂക്ഷിച്ചതാണ്. വെള്ളമടി മത്സരം മലപ്പുറം ചാലക്കുടി. ഫസ്റ്റ് ചാലക്കുടിക്കാ, പക്ഷെ എഴുതിയത് മലപ്പുറത്തുകാരാണ്. ചിന്തിക്കണം, അതിലൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. എന്നിട്ട് അതിന്റെ വാർത്ത കൊടുത്തപ്പോ വളരെ മോശപ്പെട്ട രൂപത്തിൽ പറഞ്ഞു. ചാലക്കുടി, അതിന് കുടി എന്നൊരു വാക്കതിലുള്ളത് കൊണ്ട് അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒന്നാം